കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ മഹാരാഷ്ട്രയിലെ നേതാവ് സഞ്ജയ് നിരൂപം ഇന്ന് നിലപാട് വ്യക്തമാക്കുമെന്നുള്ളൊരു കാര്യം കഴിഞ്ഞ ദിവസം അടക്കം നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് ഒരു കൊഴിഞ്ഞ് പോക്ക് അല്ലെങ്കിൽ ആ ഒരു വരവ് താമരത്തണലിലേക്ക് കൂടുതൽ നേതാക്കൾ എത്തുന്നത്. ഇപ്പോൾ സഞ്ജയ് സിംഗും അതേ രീതിയിൽ തന്നെ ആയിരിക്കും മുന്നേറുന്നത്. കോൺഗ്രസിന് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് തിരിച്ചടി കൂടെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ലേ? ഈ സഞ്ജയ് സിംഗ് കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ രജനി, കഴിഞ്ഞ ദിവസമാണ് മഹാരാഷ്ട്ര PCCയുടെ മുൻ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള പ്രത്യേകിച്ച് മുംബൈ ബെൽറ്റിൽ നിർണായക സ്വാധീനമുള്ള സഞ്ജയ് നിരുപമിനെ കോൺഗ്രസ് 6 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം സഞ്ജയ് നിരുപമും കോൺഗ്രസും തമ്മിൽ ചില അഭിപ്രായ ഭിന്നതകൾ അടുത്ത കാലത്ത് രൂക്ഷമായിരുന്നു. അതായത് ശിവസേന കോൺഗ്രസ് സഖ്യത്തെയാണ് സഞ്ജയ് നിരുപം എതിർത്തത്. കാരണം ശിവസേന കോൺഗ്രസിന്റെ പല പരമ്പരാഗത സീറ്റുകളും തട്ടിയെടുക്കുന്നു. കോൺഗ്രസിനെ മഹാരാഷ്ട്രയിൽ ഇല്ലാതാക്കാനാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ശ്രമിക്കുന്നത് എന്നാണ് സഞ്ജയ് നിരുപം ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുംബൈയുമായി ബന്ധപ്പെട്ട സീറ്റ് ധാരണയിൽ വലിയ ഭിന്നത ഉണ്ടായിട്ടുണ്ട്. മുംബൈയിൽ 6 സീറ്റുകളാണ് ലോക്സഭയിൽ ഉള്ളത്. ആ 6 സീറ്റിൽ 4ഇടത്തും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയും 2 സീറ്റുകൾ മാത്രം കോൺഗ്രസിന് നൽകാമെന്നാണ് ശിവസേന ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് കോൺഗ്രസിന്റെ അടിത്തറ ഇളക്കുന്ന നീക്കമാണ് എന്നാണ് സഞ്ജയ് നിരുപം ചൂണ്ടിക്കാണിച്ചത്. കോൺഗ്രസ് ശിവസേനയ്ക്ക് വഴങ്ങിക്കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുവെന്നും സഞ്ജയ് നിരുപം പല ഘട്ടത്തിൽ ആവർത്തിച്ചു. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ ഉൾപ്പെടെ വിമർശിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. ഇത് പ്രശ്നമായതോടുകൂടിയാണ് ഇന്നലെ സഞ്ജയ് നിരുപമിനെ 6 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് നിലപാട് വ്യക്തമാക്കും എന്നാണ് നിരുപം അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ BJP-യിലേക്കാണ് സഞ്ജയ് നിരുപം എത്തുന്നത് എന്നാണ് ലഭ്യമാകുന്ന സൂചന. ശരി, ഗൗതമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.